സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു നാട് മുഴുവൻ ഒരു ഉത്സവം ആഘോഷിക്കുന്ന കാഴ്ച അത് മറ്റെങ്ങും കാണാനില്ലാത്ത, തിരുവനന്തപുരത്തിന് മാത്രം സ്വന്തമായ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ഒരു ദേശീയ ഉത്സവം എന്നുകൂടിയാണ് ആറ്റുകാൽ പൊങ്കാലയെ വിശേഷിപ്പിക്കുന്നത്. ഇത് കോപാകുലയായ ദേവിയുടെ കോപം ശമിപ്പിക്കാൻ വേണ്ടി ഭക്തർ പൊങ്കാല നിവേദ്യം അർപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്നപൂർണേശ്വരി എന്നുള്ള തരത്തിലേക്ക് ആ ഭാവത്തോടെ പിന്നീട് ദേവി മാറുന്നു എന്നൊക്കെയുള്ള ആ സങ്കല്പം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ദുഃഖങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് അതെല്ലാം ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ ഉണർവും ഉന്മേഷവും നേടി ഭക്തജനങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പോൾ സ്ത്രീകളാണ് ഇവിടെ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പുരുഷന്മാർ എങ്ങനെയാണ് ഇതിന് മറ്റ് സൗകര്യങ്ങളെല്ലാം ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി അഹോരാത്രം കഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തന്നെ സ്ത്രീകൾക്കൊപ്പം തന്നെ പുരുഷന്മാരും ഉണ്ട് എന്നുള്ളതാ കാര്യം. നമ്മൾ സ്ത്രീകളുടെ ശബരിമലയാണ്, ആറ്റുകാൽ പൊങ്കാല ദിവസം സ്ത്രീകളാണ് കൂടുതൽ വരുന്ന ഭക്തർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഒപ്പം തന്നെ കുടുംബത്തോടെ വന്ന് എല്ലാ വർഷവും പൊങ്കാല നാളിൽ വന്ന് തൊഴുതു പോകുന്ന ഭക്തരുണ്ട്. എല്ലാ വർഷവും നമ്മൾ കാണുന്ന സ്ഥിരമായി കാണുന്ന അമ്മുമ്മമാരുണ്ട്, വയസ്സായ ആളുകളൊക്കെ തന്നെ ഈ ഇടയ്ക്ക് ഇന്നലെ ഒരു മഴയൊക്കെ ചാറി, മഴയോ അല്ലെങ്കിൽ കടുത്ത ചൂടോ ഇതൊന്നും വകവയ്ക്കാതെ വരുന്നവരുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഓരോ വർഷം ചെല്ലുന്തോറും അവരുടെ ഒരു വിശ്വാസവും അവരുടെ ആരാധനയും പൂജകളും ഒക്കെ അത് കൂടി വരുന്നു എന്നുള്ളതാണ്. 2009 25 ലക്ഷത്തോളം പേര് ഇവിടെ വന്നിരുന്നു എന്നാണ് കണക്ക്. 1997 ആദ്യമായി ഗിന്നസ് ബുക്കിൽ ഇടം നേടുന്നു. അന്ന് 1.5 മില്യൺ എന്നതായിരുന്നു. പിന്നീടാണ് 25 ലക്ഷമായത്.